ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവരുടെ 2024 ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ബലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഈ പൊതുവായ ബലത്തിലേക്ക് വരാം. കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾ വീടിനേക്കാൾ കൂടുതൽ തൊഴിലിനെ സ്നേഹിക്കുന്ന ഒരു സമയമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ തൊഴിൽ സ്ഥലത്ത് കൂടുതൽ സമയം ചിലവഴിക്കുന്നതായി കാണുന്നു. ഇപ്പോൾ വീട്ടിൽ ഒരു 7 മണിക്കൊക്കെ എത്തുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ 9 മണിക്കോ 10 മണിക്കോ ഒക്കെ ആയിരിക്കും വീട്ടിലെത്തുന്നത്. കൂടുതൽ സമയം അയാൾ തൊഴിൽ സ്ഥാപനത്തിൽ സമയം ചിലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും. ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച കാണുന്ന സമയമാണ്. തീർച്ചയായിട്ടും തൊഴിലിനെ സ്നേഹിക്കുമ്പോൾ അതനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കുറച്ച് ഉയർച്ചയൊക്കെ ഉണ്ടാവും. എന്നാൽ എടുത്തു പറയേണ്ടത്, ഊഹക്കച്ചവടത്തിലേക്ക് നഷ്ടം സംഭവിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഷെയർ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ് ഈ മാസങ്ങൾ. നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് വ്യാഴം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്തു നിൽക്കുകയാണ്. ബൃഹസ്പതി ആയ വ്യാഴം പ്രദാനം ചെയ്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഗുണങ്ങൾ നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തുണ്ടാകും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ശമ്പള വർധന ഉണ്ടാകുക, പ്രൊമോഷൻ കിട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കിട്ടുക, ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് മാറ്റം ലഭിക്കുക ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. എന്നാൽ എടുത്തു പറയേണ്ടത്, സ്വജനങ്ങളെ പിരിഞ്ഞ് കഴിയേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഈ മാസങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വരവിനേക്കാൾ അധികമായിട്ട് ചിലവ് ഉണ്ടാകുന്നൊരു സമയമാണ്. ചിലവ് അധികരിച്ചിരിക്കുകയും അതുകൊണ്ട് പോക്കറ്റ് എപ്പോഴും കാലിയായിരിക്കും. നിങ്ങളുടെ ഇഷ്ടജനങ്ങളുടെ വേർപാട് മനോദുഃഖത്തിന് ഇടയാക്കുന്നതാണ്. ചില കാർത്തിക നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളിൽ ചിലരൊക്കെ വിയോഗം ഉണ്ടാകുന്നൊരു സമയമാണ്. അതുകൊണ്ട് ചിലർക്കും മാനസികമായിട്ടുള്ള ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതല്ല എങ്കിൽ ചിലരൊക്കെ നിങ്ങളുടെ മറ്റ് ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വേർപെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെയും മാനസിക ദുഃഖമുണ്ടാകാം. അപ്പോൾ എന്തായാലും ഒരു വേർപാട് ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് മാതാവിൻ്റെ സഹായം കൂടുതലായിട്ട് കിട്ടുന്നൊരു സമയമാണ്. നിങ്ങളെ കാര്യക്ഷമമായിട്ട് പ്രശ്നങ്ങളെ നേരിടുകയും അനാവശ്യമായ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുത്തി വെക്കുന്നത്. കാര്യം മനസ്സിലിട്ടിട്ട് ആവശ്യമില്ലാത്ത കൂട്ടുകളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസങ്ങളിലൊക്കെ ഒത്തിരി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തു തന്നെ വന്നാലും നിങ്ങൾ ഈശ്വര ചിന്ത കൈവിടരുത്. ഈശ്വര ചിന്ത ഉണ്ടാകേണ്ട സമയമാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. ചില ടേണിംഗ് പോയിൻറ്റുകൾ ഉണ്ടാകാനുള്ള, വഴിത്തിരിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. നിങ്ങളുടെ ഉറ്റ മിത്രങ്ങളൊക്കെ എതിർചേരിയിലേക്ക് മാറി വിഷമകരമായ അവസ്ഥകളൊക്കെ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്നൊരു സമയമാണ്. ചില ആൾക്കാരായിട്ടൊക്കെ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഉറ്റവരെന്ന് കരുതുന്ന പലരും അയാൾക്ക് വേണ്ടി വാദിക്കുന്നൊരു സമയമായിരിക്കും. ചില കാർത്തിക നക്ഷത്രക്കാർ പുതിയ വീട് പണിയുകയോ അല്ലെങ്കിൽ പുതുക്കി പണിയുകയോ ചെറിയ ചെറിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. ഗൃഹം ഓടി പിടിപ്പിക്കുന്ന സമയമാണ് ശരിക്കും കാർത്തിക നക്ഷത്രക്കാർ. നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് കാലം അത്ര അനുകൂലമല്ല. മേലധികാരികളുടെ ഭാഗത്തുനിന്ന് ചില ശകാരങ്ങളോ ചില പണിഷ്മെൻറ്റുകളോ ഒക്കെ കിട്ടുന്ന സമയമാണ്. സന്താനങ്ങളുടെ ഭാവം ഗുണകരമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം.
എന്നാൽ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. നിങ്ങൾ ദൈവിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തമായിട്ട് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ദീർഘവീക്ഷണത്തോടുകൂടി പെരുമാറുന്ന പല കാര്യങ്ങളും ഗുണകരമായിട്ട് ഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങളിലൊക്കെ മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. ഇത്രയൊക്കെയാണ് പൊതുവെ കാർത്തിക നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലമായിട്ട് കാണുന്നത്. ഇതിൽ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഒഴിച്ചാൽ പൊതുവെ കാര്യങ്ങൾ ഗുണകരമായിട്ട് പോകുന്നതാണ്. ശനിയുടെ ചില അപഹാരങ്ങൾ ഒഴിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ്. അങ്ങനെ നിങ്ങൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ശ്രീ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം ദർശിക്കുക. അയ്യപ്പ ക്ഷേത്രം ദർശിച്ചിട്ട് ഭഗവാന് നീലാഞ്ജനം വഴിപാടായിട്ട് സമർപ്പിക്കുക, എള്ളുപായസം കഴിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒരുവിധം ഗുണകരമായിരിക്കും. പറ്റിയാൽ നിങ്ങൾ ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ സർപ്പധർമ്മ ക്ഷേത്രമോ ഒക്കെ ദർശിച്ചിട്ട് സർപ്പങ്ങൾക്ക് തളിച്ചൂട നൽകുന്നത് ഗുണകരമായിരിക്കും. അല്ലാതെ വലിയ വലിയ വഴിപാടൊന്നും പറയാനില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോകുന്ന സമയമാണ്. പൊതുവേ കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ തൊഴിൽ രംഗത്തൊക്കെ ഗുണകരമായിട്ടുള്ള സമയമാണ്. പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണ്. ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സായി പുതിയ തൊഴിലിലൊക്കെ കയറാൻ പറ്റുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തുണിഞ്ഞിണങ്ങിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മാസത്തിനുള്ളിൽ ഒരു സ്ഥിര വരുമാനം ഉണ്ടാവുന്ന സമയമാണ്. ഭഗവാൻ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം നിങ്ങളെ സഹായിക്കുന്നതാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വ്യാഴാഴ്ച തൊഴിലന്വേഷകരൊക്കെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രം ദർശിക്കുകയോ അല്ലെങ്കിൽ വ്യാഴാഴ്ച വ്യാഴഗ്രഹ പൂജ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.